ദൈവനാമം മഹത്വപ്പെടട്ടെ. സാക്ഷീകരണത്തിൻ്റെ ഫലം, പ്രയോജനം, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ധ്യാനം. 9-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ധ്യാനിച്ചു: ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കും, അവിടുത്തെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. വർണ്ണിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സ്നേഹത്തെയും പ്രവൃത്തികളെയും മറ്റുള്ളവരുടെ മുമ്പിൽ വിവരിക്കുക. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് കർത്താവ് മനുഷ്യനായി വന്നതാണ്. അവൻ നമുക്ക് വേണ്ടി മരിച്ചതാണ് മറ്റൊരു അത്ഭുതം. അവൻ ഉയർത്തതാണ് ഒരു വലിയ അത്ഭുതം. ഇതൊക്കെ അനേകരോട് പങ്കുവെക്കേണ്ടതാണ്. വെള്ളം വീഞ്ഞാക്കിയതും, കുരുടൻ്റെ കണ്ണു തുറന്നതും, കാറ്റിനെ ശാസിച്ചതും ഒക്കെ അത്ഭുതമാണ്. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെയാണ് ശരിക്കും നമ്മൾ വർണ്ണിക്കേണ്ടത്. അങ്ങനെ ശമരിയായിലെ ആ സ്ത്രീ സാക്ഷ്യം പറഞ്ഞതുകൊണ്ടുണ്ടായ ഫലം നമുക്കൊന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 39. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. സ്ത്രീ സാക്ഷ്യം പറഞ്ഞതുകൊണ്ട് ആ പട്ടണത്തിലെ പല ശമര്യരും യേശുവിൽ വിശ്വസിച്ചു. ഇതാണ് എന്നെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മളെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ആരും പറയുന്നില്ല. സാക്ഷ്യം പറയുക എന്ന് പറയുന്നത് ആരാധനാ മധ്യത്തിലാണ് പലരും ചെയ്യുന്നത്. ആരാധനാ മധ്യത്തിൽ 2 കാര്യം ചെയ്യാം: പ്രാർത്ഥനാ അപേക്ഷകൾ പങ്കുവയ്ക്കാം, പ്രബോധനങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. എന്നാൽ സാക്ഷ്യം പറയേണ്ടത് അയൽവക്കത്താണ്, നാട്ടിലാണ്, ബന്ധുക്കളുടെ ഇടയിലാണ്. ശമരിയ സ്ത്രീ അതാ ചെയ്തത്. അവൾ നാട്ടിൽ അതങ്ങ് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ നാട്ടുകാർ മുഴുവൻ കർത്താവിൽ വിശ്വസിച്ചു. എന്താ കാര്യം? ഇവളുടെ ജീവിതം അത്രയ്ക്ക് സമൂഹം അറിഞ്ഞതാണ്. അവളുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. ആ പുസ്തകം നെഗറ്റീവാണ്, എന്ന് പറഞ്ഞാൽ മോശം കാര്യങ്ങളാണ്. പക്ഷെ അവളിൽ വന്നിരിക്കുന്ന ഈ മാറ്റം നാട്ടുകാരെ സ്വാധീനിച്ചു. അതുകൊണ്ട് അവർ പറയുകയാണ്, കേട്ടെ, അവൻ്റെ അടുക്കലേക്ക്, യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് തങ്ങളോടുകൂടെ പാർക്കണമെന്ന് കർത്താവിനോട് അപേക്ഷിച്ചു. കർത്താവ് 2 ദിവസം അവിടെ പാർത്തു. ഏറ്റവും അധികം പേർ കർത്താവിൻ്റെ വചനം കേട്ട് വിശ്വസിച്ചു. അടുത്തത് കേൾക്കണേ: ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ രോഗരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. സ്ത്രീ സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഇവർ വിശ്വാസത്തിലേക്ക് വന്നത്. ഇവർ സ്ത്രീയോട് പറയുകയാണ്, ഇനി നീ പറയണ്ട, ഞങ്ങൾ യേശുവിൻ്റെ അടുത്തെത്തി. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ അവനെ കണ്ടു, ഞങ്ങൾ അവനെ മനസ്സിലാക്കി, ലോകരക്ഷിതാവാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് പറഞ്ഞ ഈ ശമരിയായിലെ ആളുകൾ യേശു കർത്താവിനോട് റിക്വസ്റ്റ് ചെയ്യാണ്, ഒരു ദിവസം കൂടെ നിൽക്കാവോ, ഒരു ദിവസം കൂടെ നിൽക്കാവോ? ഇങ്ങനെ ചോദിച്ചപ്പോൾ കർത്താവ് പ്രോഗ്രാം മാറ്റിക്കളഞ്ഞു. ശമരിയയിലൂടെ ജസ്റ്റ് ഒന്ന് പോയതാണെന്നാണ് നമ്മൾ വായിച്ച് വരുമ്പോൾ ആദ്യം കാണുന്നത്. 4-ാം അധ്യായം 1, 2, 3 വായിക്കുമ്പം ശമരിയയിലൂടെ കടക്കേണ്ടി വന്നു. ഓൺ ദ വേ
പക്ഷെ അവിടെ 2 ദിവസം താമസിച്ചത്. ചരിത്രം അറിയാവില്ലല്ലേ? ഈ യഹൂദന്മാർക്ക് ശമരിയക്കാരുമായിട്ട് ഒരു ബന്ധവും പാടില്ലെന്നാണ്. തീണ്ടലും തൊടിയിലും പോലെയുള്ള ഒരു സംഭവം ഇവരുടെ ഇടയിലുണ്ട്. അങ്ങനെ അധകൃതരും അധമരുമെന്ന് പാരമ്പര്യക്കാരായ യഹൂദന്മാർ മുദ്ര കുത്തിയിട്ടിരിക്കുന്ന ശമരിയാക്കാരുടെ നാട്ടിൽ ചെന്ന് സാക്ഷാൽ ദൈവപുത്രനായ കർത്താവായ യേശു 2 ദിവസം താമസിച്ചു. അപ്പോൾ ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിൽ കിടക്കാതെ പറ്റുമോ? അവരുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാതെ പറ്റുമോ? അവരുടെ പുതപ്പ് പുതച്ചുറങ്ങാതെ പറ്റുമോ? എല്ലാവർക്കും ഒന്നും അങ്ങനെ പറ്റില്ലെന്നേ. മറ്റു വീട്ടിൽ പോയി കിടന്നാൽ ഉറക്കം വരികയില്ല. അവർക്ക് അവരുടേതായ മനോഹരമായ മുറിയും പുതപ്പും ഒക്കെ വലിയ കാര്യമാണ്, മാറാൻ പാടില്ല. ഇവിടെ ഇതാ യേശു തൻ്റെ എല്ലാ സുഖങ്ങളും വിട്ടു, കംഫർട്ട് സോൺ ഉപേക്ഷിച്ചിട്ട് ഈ വൃത്തികെട്ടതെന്ന് എല്ലാവരും പറയുന്ന നാട്ടിൽ 2 ദിവസം പുറത്തു. ഇതിനെല്ലാം കാരണം എന്നാ? ശമരിയ സ്ത്രീയുടെ സാക്ഷ്യമാണ്. നിങ്ങൾ സാക്ഷ്യം പറയുമെങ്കിൽ യേശു നിങ്ങളുടെ നാട്ടിൽ വരും. പല വീടുകളിലും യേശുവിൻ്റെ സാന്നിധ്യം വരും. ഇനിയും അത്ഭുതങ്ങൾ നടക്കും. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.